ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 10th ലെവൽ മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ചോദ്യവുമായിട്ടാണ്. ഇതിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം ഏതെന്നാണ്. ഇതിലെ കാലഗണനക്രമം ആറ്റിങ്ങൽ കലാപമാണ് ഒന്നാമത്, കുളച്ചൽ യുദ്ധം രണ്ടാമത് നടന്നതും, ശ്രീരംഗപട്ടണം ഉടമ്പടി, അത് കഴിഞ്ഞ് ലാസ്റ്റ് കുണ്ടറ വിളംബരം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിനും ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവറും റഷ്യൻ വിപ്ലവം ട്രോട്സ്കിയുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായവ മാത്രം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനുമാണ് ശരിയായത്. അതായത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ഈ രണ്ട് പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ഇതാണ് ഇതിൻ്റെ ശരിയായ പ്രസ്താവന. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ, അത് തെറ്റായ പ്രസ്താവനയാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് കലാപം നയിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ഓപ്ഷൻ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പതിവ് കണക്ക് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ, അതായത് വാർഷിക ബജറ്റാണ്. 1950 ജനുവരി 3 തൃപ്പടി ദാനം നടത്തി. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്ന് അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഇതൊക്കെയാണ് ശരിയായ പ്രസ്താവന. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് എന്നാണ്. അപ്പോൾ നമുക്ക് ശരിയുള്ള പ്രസ്താവന, രണ്ടാമത്തെ പ്രസ്താവന ഒഴിച്ച് ബാക്കി ശരിയുള്ളവ നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇതൊക്കെയാണ് ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന തെറ്റായതാണ്. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതിൻ്റെ ആൻസർ സ്റ്റീരിയോസ്കോപ്പാണ്. ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏഴാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. താപീയ മധ്യരേഖ. 8. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപ്പുലേക്ക്. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ദേശീയ ജലപാത 5ലാണ്. ഇനി ലാസ്റ്റ് ചോദ്യം, 10ാമത്തെ ചോദ്യം, 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണെന്നാണ്. സോർസനാണ് 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം, സോർസൻ. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റായ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മെയിൻ എക്സാം 10th ലെവൽ മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ
ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണിവ. ഇനിയും ബാക്കി ചോദ്യങ്ങളും വസ്തുതകളുമായി നമുക്ക് ഇനിയും കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.